മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വമെന്ന് നടി പത്മപ്രിയ. സിനിമയിൽ പുരുഷ കേന്ദ്രീകൃതമായ കഥകൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്നും പത്മപ്രിയ പറഞ്ഞു. ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം ചോദിക്കാറില്ലെന്നും പത്മപ്രിയ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മടപ്പള്ളി കോളേജിൽ അതേ കഥകൾ തുല്യതയുടെയും നീതിയുടെയും പുതിയ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംവിധായകൻ തന്നെ പരസ്യമായി തല്ലിയതിനെക്കുറിച്ചും പത്മപ്രിയ സംസാരിക്കുന്നുണ്ട്. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഇല്ല. ടെക്നിക്കൽ വിഭാഗത്തിലും സ്ത്രീ പ്രാതിനിധ്യം കുറവാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും പത്മപ്രിയ പറയുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായ ഭക്ഷണം പോലും ലഭിക്കുന്നില്ലെന്നും കൂടെ കിടക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും പത്മപ്രിയ തുറന്നടിച്ചു. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി പത്മപ്രിയ രംഗത്തെത്തിയിരുന്നു. സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ WCCയുടെ തുടക്കം മുതലുള്ള പ്രവർത്തകയാണ് പത്മപ്രിയ. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പ്രതികരണങ്ങൾ നിരാശപ്പെടുത്തുന്നതാണെന്നുമായിരുന്നു അന്ന് പത്മപ്രിയ പറഞ്ഞത്. കൂട്ടരാജി ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇപ്പോൾ അമ്മ തലയും നട്ടെല്ലുമില്ലാത്ത സംഘടനയാണെന്നും പത്മപ്രിയ പറഞ്ഞിരുന്നു. അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരോടും കാണിച്ച അനീതിയാണ് രാജിയെന്നും താരം പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോഴും സംഘടനയിലെ അംഗമാണ്. മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി അംഗങ്ങൾ ഇപ്പോഴുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതിനുള്ള അന്തരീക്ഷം ഒരുക്കണം. വെറും വാക്കുകൾ പറഞ്ഞോ രാജിവെച്ചോ പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പത്മപ്രിയ പറഞ്ഞിരുന്നു. ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാണ് അവർ രാജിവെച്ചത്. പക്ഷേ എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമാണ് അവർ കാണിച്ചതെന്ന് അറിയില്ലെന്നായിരുന്നു രാജിയെക്കുറിച്ച് പത്മപ്രിയ പറഞ്ഞത്. സ്ത്രീകൾ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവുകയും തങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ ശേഷവുമാണ് രാജിവെച്ചിരുന്നത് എങ്കിൽ അവരുടെ ധാർമ്മികത അംഗീകരിക്കപ്പെട്ടേനെ എന്നും താരം അന്ന് തുറന്നടിച്ചിരുന്നു. തനിക്ക് മലയാള സിനിമയിൽ നിന്നുണ്ടായ ഒരു അനുഭവവും പത്മപ്രിയ അന്ന് പങ്കുവെച്ചു. എനിക്ക് 25-26 വയസ്സുള്ളപ്പോൾ ഇപ്പോഴത്തെ ഒരു ലീഡിംഗ് പ്രൊഡക്ഷൻ മാനേജർ എന്നോട് ചോദിച്ചു, ഇത്രയും വയസ്സായില്ലേ, പ്രായമായില്ലേ, ഇനി നിർത്തിക്കൂടെ എന്ന്. ഇതാണ് കാഴ്ചപ്പാട് എന്നായിരുന്നു പത്മപ്രിയ പറഞ്ഞത്. കാഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് പത്മപ്രിയ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് അമൃതം, രാജമാണിക്യം, വടക്കുംനാഥൻ, യെസ് യുവർ ഓണർ, ടൈം, കാണാ കൺമണി, പഴശ്ശിരാജ, സീനിയേഴ്സ്, നായിക, സ്നേഹവീട്, ഇയോബിൻ്റെ പുസ്തകം, ടിയാൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. 2022 പുറത്തിറങ്ങിയ വണ്ടർ വുമൺ ആണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും പത്മപ്രിയ അഭിനയിച്ചിട്ടുണ്ട്.